ദേശീയപാത നിർമ്മാണത്തിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ. മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ കരാർ കമ്പനി KNR കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്തു. വിനീത VG വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് വിനീത, രാജ്യമെമ്പാടും ഏതാണ്ട് 8700 കിലോമീറ്റർ ഹൈവേ നിർമ്മിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഒരു കമ്പനിയാണിത്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ ഹൈവേ നിർമ്മാണത്തിൽ 2 റീച്ചുകളിലായി ഏതാണ്ട് 80 കിലോമീറ്ററോളം ദൂരം ഇവരാണ് നിർമ്മിക്കുന്നത്. അതിനിടെയാണ് ഈ അപാകത സംബന്ധിച്ച വിവരങ്ങൾ വരുന്നത്. അതിൽ അതിശക്തമായ കടുത്ത നടപടി തന്നെ കേന്ദ്ര സർക്കാർ എടുത്തു എന്ന് വേണം കരുതാൻ, അല്ലേ? ഉറപ്പായും വിജയകുമാർ, അതിശക്തമായിട്ടുള്ള കടുത്ത നടപടി തന്നെയാണ് കേന്ദ്രം എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഉണ്ട് എങ്കിൽ അവർക്കൊരു താക്കീത് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടി എന്ന് കൂടി വേണം നമുക്ക് കാണാൻ. ഈ KNR കൺസ്ട്രക്ഷനെ ഇപ്പോൾ ഡീബാർ ചെയ്തിരിക്കുകയാണ് കേന്ദ്രം. 2-അംഗ സമിതി നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ തേടുകയും പിന്നീട് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ കടുത്ത നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കമ്പനിക്ക് ഇനി തുടർ കരാറുകളിൽ പങ്കെടുക്കാനാകില്ല എന്നതുകൂടി ഉണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിൻ്റെതാണ് ഇങ്ങനെ ഒരു നടപടി. ഇതിന്റെ കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2-അംഗ സമിതി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലേക്കുള്ള കടുത്ത നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ കമ്പനിയിലെ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുൻപാണ് ഈ പ്രത്യേക സമിതിയെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ദേശീയപാതയിലെ അപാകതകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇതാ കടുത്ത നടപടിയിലേക്ക് കൂടി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഏതാണെങ്കിലും ഈ സമിതി കേരളത്തിലേക്ക് എത്തുകയും ഈ വിവിധ മേഖലകളിൽ സന്ദർശനം നടത്തി. ഇതിനോടകം പല മേഖലകളിലും ദേശീയപാതകളിൽ ഉണ്ടായ അപാകതകൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ, കൂരിയാട് ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ സന്ദർശനം നടത്തി കൂടുതൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ റിപ്പോർട്ടിന്മേൽ ഇനി തുടർ നടപടികൾ കൂടി ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഏതാണെങ്കിലും ഇന്നലെ MP ET മുഹമ്മദ് ബഷീർ നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒപ്പം തന്നെ ഈ ദേശീയപാതയിലെ അപാകത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ തന്നെ നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഇത് ആ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിൻ്റെതാണ് ഇത്തരത്തിലേക്കുള്ള ഈ നടപടി എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ KNR കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്തുകൊണ്ട് കടുത്ത നടപടിയിലേക്കാണ് കേന്ദ്രം എത്തിയിരിക്കുന്നത്. KNR കൺസ്ട്രക്ഷന് പുറമെ തന്നെ കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ഇവർക്ക് ഇനിയുള്ള കരാറുകളിൽ പങ്കെടുക്കാൻ കഴിയില്ല. വിജയകുമാർ, അവരെ ഡീബാർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാത റീച്ചുകളിൽ 77 കിലോമീറ്റർ നിർമ്മിക്കുന്നത് ഈ KNR ആണെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ അവർ അവകാശപ്പെടുന്ന 8700 കിലോമീറ്റർ രാജ്യത്തെമ്പാടും ഹൈവേ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് ഈ വലിയ കമ്പനി അവകാശപ്പെടുന്നത്. ആന്ധ്ര കമ്പനിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KNR കൺസ്ട്രക്ഷൻ അത് വലിയ കമ്പനിയാണ്. അവർക്ക് നിരവധി ഓൺഗോയിങ് പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ ആ വലിയ കമ്പനിയാണ് ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന് പ്രാഥമികമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കമ്പനിക്കെതിരെ കടുത്ത നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവരെ ഡീബാർ ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഇനിയുള്ള ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാൻ കഴിയില്ല. നേരത്തെ വിനീത പറഞ്ഞതുപോലെ ഇത്തരത്തിൽ വീഴ്ചകൾ കണ്ടെത്തിയാൽ എന്തായിരിക്കും നടപടി എന്നത് മറ്റു കമ്പനികളെ കൂടി ബോധ്യപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ ഈ നടപടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. വിനീത VG വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.